വിശുദ്ധ ഗെർട്രൂഡ് ദി ഗ്രേറ്റ് ഒരു ബെനഡിക്റ്റൻ സന്യാസിനിയും ക്രൈസ്തവ രഹസ്യാനുഭവങ്ങളുടെ വക്താവും സഭയിലെ മഹാനായ ദൈവശാസ്ത്രജ്ഞൻ ഒരാളുമാണ്. 1256 ജനുവരി 6 ജർമ്മനിയിലാണ് ഗെർട്രൂഡ് ജനിച്ചത്. 5-ാമത്തെ വയസ്സിൽ അക്കാലത്ത് ആത്മീയ വൈജ്ഞാനിക കാര്യങ്ങളിൽ പ്രശസ്തമായിരുന്ന സാക്സണിയിലെ ഫെലിക്ത മൊണാസ്ട്രി സ്കൂളിൽ അവൾ ചേർന്നു. കുട്ടിക്കാലത്ത് തന്നെ അവൾ ബുദ്ധിമതിയും ആകർഷക സ്വഭാവമുള്ളവളുമായിരുന്നു. അവിടെ വെച്ച് മറ്റ് സുവിശേഷ വിഷയങ്ങൾക്കൊപ്പം ലത്തീൻ ഭാഷ, വേദഗ്രന്ഥങ്ങൾ, സഭാപിതാക്കന്മാരുടെ കൃതികൾ എന്നിവയിൽ ഗെർട്രൂഡ് അഗാധമായ അറിവ് നേടി. അവളൊരു സന്യാസിനിയൻ ബെനഡിക്റ്റൻ സഭയിൽ ചേർന്ന് പഠനത്തിൽ മുഴുകി. ലൗകികമായ അറിവിനോടുള്ള അവളുടെ അമിതമായ താല്പര്യം ആദ്യകാലങ്ങളിൽ ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അവളെ അകറ്റി നിർത്തിയിരുന്നു. ദൈവവുമായുള്ള കണ്ടുമുട്ടൽ തൻ്റെ 25-ാം വയസ്സിൽ 1281 ഗെർട്രൂഡ് ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവമുണ്ടായി. ഒരു ദിവസം അവൾക്ക് യേശുവിൻ്റെ ഒരു ദർശനം ലഭിച്ചു. ആ ദർശനത്തിൽ യേശു അവളോട് പറഞ്ഞു, നിന്റെ രക്ഷ അടുത്തിരിക്കുന്നു. നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിന്നെ വിടുവിക്കും, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഈ ദർശനത്തോടെ അവളുടെ ജീവിതത്തിൻ്റെ മുൻഗണനകൾ മാറിമറിഞ്ഞു. ലൗകികമായ പഠനങ്ങളിൽ നിന്ന് മാറി അവൾ വേദഗ്രന്ഥങ്ങളിലും ദൈവശാസ്ത്രത്തിലും ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവൾ തീവ്രമായ വ്യക്തിഗത പ്രാർത്ഥനയിലേക്കും ധ്യാനത്തിലേക്കും തിരിഞ്ഞു. തിരുഹൃദയ ഭക്തിയുടെ വക്താവ് വിശുദ്ധ ഗെർട്രൂഡ് 13-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രഹസ്യാനുഭൂതികളുള്ള വ്യക്തികൾ ഒരാളായി മാറി. യേശുവിനെ തിരുഹൃദയത്തോടുള്ള ഭക്തിയുടെ ആദ്യകാല വക്താക്കളിൽ ഒരാളായിരുന്നു അവൾ. യേശുവിൻ്റെ സ്നേഹത്തെയും അനുകമ്പയും കുറിച്ചുള്ള തൻ്റെ ദർശനങ്ങൾ അവൾ ദൈവിക സ്നേഹത്തിൻ്റെ ദൂതൻ എന്ന കൃതിയിൽ രേഖപ്പെടുത്തി. സഭയുടെ വളർച്ചയ്ക്കും പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കും വേണ്ടി അവൾ അശ്രാന്തമായി പ്രവർത്തിച്ചു. ഈ കാരണങ്ങളാൽ പോപ്പ് ബെനഡിക്ട് 14 അവളെ മഹതി എന്ന വിശേഷണം നൽകി ആദരിച്ചു. ഗെർട്രൂഡ് വളരെ ബുദ്ധിമതിയായിരുന്നുവെങ്കിലും അവൾക്കൊരു ഘട്ടത്തിലും ഏകാന്തതയും നിരാശയും തോന്നി. അമിതമായ പഠനവും നേട്ടങ്ങളോടുള്ള ശ്രദ്ധയും അവളെ തൃപ്തിപ്പെടുത്തിയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങൾക്കും അപ്പുറം യേശുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ മാത്രമാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും ഉള്ളതെന്ന് അവളുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ യേശു നിങ്ങളോട് പറയും, ഞാൻ നിന്റെ രക്ഷകനാണ്, ഭയപ്പെടേണ്ട.